നിങ്ങൾ കണ്ടു കാണും ഉർഫി യാദവിൻ്റെ പേജിൽ മുഖമൊക്കെ ഭയങ്കരമായിട്ട് സൊള്ളനപ്പായിട്ട് അവരെല്ലാം ഷെയർ ചെയ്യുന്നൊരു ലേഡിയാണ്. ഇറ്റ് ഇസ് കമ്പൻഡബിൾ. അവരുടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക്കായിട്ട് പറയുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവരുടെ മുഖം കംപ്ലീറ്റ് സൊള്ളനപ്പായിട്ട് ഭയങ്കര സൊള്ളനപ്പായിട്ടുള്ളൊരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഈ ഫേഷ്യൽ പ്രൊസീജിയേഴ്സ്, ഫേസിൻ്റെ ഫില്ലർ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഫേസിൻ്റെ സർജറി ഒക്കെ ചെയ്താൽ ഇതുപോലെ ഇത്രയും ഇങ്ങനെ വീർത്തിരിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. എന്നാൽ അങ്ങനെ ഇല്ല. സ്വെല്ലിംഗ് ഉണ്ടാവും. എനി സർജറി, എവിടെ സർജറി ചെയ്താലും, ഇപ്പോൾ തൈറോയിഡോ ബ്രസ്റ്റോ വയറിൻ്റെ എവിടെ സർജറി ചെയ്താലും ആ മുറിവ് ഉണങ്ങുന്നത് ഒരു പ്രോസസ്സിൽ കൂടിയാണ്, ഇൻഫ്ലമേഷനിൽ കൂടിയാണ്. അപ്പോൾ ആ ഭാഗത്ത് കല്ലിപ്പുണ്ടാവും, നീരുണ്ടാവും. എന്നാൽ ഫേസിൽ ആക്ച്വലി കുറച്ചും കൂടി നീര് കൂടുതലായിരിക്കും. കാരണം ഫേസിലെ ദശകൾ കുറച്ച് ലൂസാണ്. അപ്പോൾ ഈ ലൂസ് ദശയിലേക്ക് നീരിനിറങ്ങാൻ കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ട് കുറച്ച് നീരുണ്ടാവും. എന്നാൽ ഇത്രത്തോളം നീരുണ്ടാവാറില്ല. അത് മിക്കവാറും എനിക്ക് തോന്നുന്നത്, എന്താണെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ മിക്കവാറും എനിക്ക് തോന്നുന്നത് അതവിടെ ഫില്ലേഴ്സ് അവരിട്ടിരുന്നു. ചുണ്ടിലും മുഖത്തൊക്കെ ഫില്ലേഴ്സ് കുറേ ഇട്ടിരുന്നു. അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് പല കാരണങ്ങളാണ്. പേഴ്സണലി അവർ വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് അത് ഡിസോൾവ് ചെയ്യാൻ നോക്കിയപ്പോൾ വന്ന സ്വെല്ലിംഗ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഫില്ലേഴ്സ് ഡിസോൾവ് ചെയ്യുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ഒരു ഹൈലൂറോണിഡേസ് എന്നൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫില്ലറിൽ അത് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അത് വെള്ളം പോലെ അങ്ങ് ഡിസോൾവ് ചെയ്തു. പക്ഷെ ആ സമയത്ത് കുറച്ചൊരു റിയാക്ഷൻ ഉണ്ടാവും, കുറച്ച് വീർക്കാം. അതിൻ്റെ ഒരു വീഡിയോ ആണ് അതെന്നാണ് എൻ്റെ വിശ്വാസം. നോർമലി ഒരു സർജറി ചെയ്താലൊക്കെ അത്രത്തോളം സ്വെല്ലിംഗ് ഉണ്ടാവാറില്ല.